ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ഇടിയിറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഫ്രൈ ആക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഉണങ്ങി അങ്ങോട്ട് ഇരിക്കുവാണ്. ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഒത്തിരി പ്രാവശ്യം കഴുകണേ, നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കണം. എന്നാലാണ് അത് നമുക്ക് ശരിക്കും ചതച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് മുറിച്ചിട്ട് വേണേ ചതക്കാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ നീളത്തിലിരിക്കുമല്ലോ, അപ്പോൾ അത് 2-3 കഷ്ണമാക്കി ഒന്ന് മുറിച്ചെടുക്കണം. ഭയങ്കര വില. ഇത് അല്പം നേരം ഇനി ഇവിടെ കിടക്കട്ടെ. നമുക്കതൊന്ന് കണ്ടിച്ച് നോക്കാം, മുറിയുമല്ലേ എന്ന് നോക്കാം. കുറച്ചധികം നേരം ഇട്ടുകൊണ്ട് മുറിക്കണം, എന്നാലേ മുറിഞ്ഞു പോരുവോളെ. അപ്പോൾ ഞാൻ 1-2 കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ചിട്ടുണ്ട്. നല്ല ബലത്തിൽ മുറിക്കണം. ചിലതൊക്കെ മുറിയണുള്ളൂ. മുറിക്കാൻ പറ്റുന്നത് മാത്രമേ മുറിക്കണുള്ളേ. ഉണ്ട്, ഇതേപോലെ നല്ല നീളത്തിൽ മുറിച്ചെടുക്കണം. എന്നാലാണ് നല്ല നാര് പോലെ ഇരിക്കുകയുള്ളൂ ചതച്ചെടുക്കുമ്പോൾ. ചിലതൊക്കെ മുറിഞ്ഞു പോരുന്നുണ്ട്. ഞാനിങ്ങനെ വശം നോക്കിയാണ് മുറിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ കഴുകിയെടുക്കാം. ഇവരിത് ഉപ്പിട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പം നമുക്കതനുസരിച്ചിട്ടേ ഉപ്പിടാവോളെ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുക്കുന്നതിനധികം വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇനി അത് അവസാനം വേസ്റ്റായി പോകുമല്ലോ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ കഷ്ണങ്ങളും പെറുക്കിയിട്ട് കൊടുക്കാം. പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഒത്തിരി സമയമൊന്നും ഇടണ്ട. നീക്കി ഇട്ട് കൊടുത്താൽ മതിയേ. ഇത് നല്ലതുപോലെ മുരിയട്ടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് അനക്കി ഇട്ട് കൊടുക്കണേ. മുരിയുന്നതനുസരിച്ച് ഇത് ചുങ്ങി വരുവേ. നമുക്കൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേനും പതയങ്ങോട്ട് നിൽക്കും, കൊമള പോലെ വരുന്നത്. ആ സമയത്ത് വേണം ഇത് കോരിയെടുക്കാനായിട്ട്. അല്ല, പതയൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ നല്ലതുപോലെ വാർന്ന് പോയിട്ട് വേണേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പതുക്കെ ഒന്ന് ചരിച്ച് പിടിച്ചാൽ മതിയേ, കയ്യിൽ കോരിയെടുത്തിട്ട്.
എല്ലാം നമുക്കിങ്ങനെ കോരിയെടുക്കാം. പിന്നെ ഒരു 2-3 കഷ്ണവും കൂടി ഉണ്ടായിരുന്നേ, അതും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലേൽ വെച്ച് അരകല്ലേൽ വെച്ച് ഇങ്ങനെ കുത്തി കുത്തി ചതച്ചെടുക്കണേ. നല്ല പോലെ ചതക്കണം, എന്നാലാണ് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. കൊണ്ടിങ്ങനെ നല്ലതുപോലെ ചതയണം. നല്ല ശക്തിയിലിടിക്കണേ, ബലത്തിലിടിച്ചാലാണ് അങ്ങോട്ട് ചതഞ്ഞ് കിട്ടുകയുള്ളൂ. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചതച്ചെടുക്കാം. നമ്മൾ ഈ വലിയ ഉണക്കമീനൊക്കെ ഇങ്ങനെ ചതച്ചെടുക്കൂലേ, അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതുപോലെ തന്നെ ഒത്തിരി അങ്ങോട്ട് അരയരുത്, പതുക്കെ ഒന്ന് അമർത്തി ചതച്ചെടുക്കണം. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നമുക്ക് കാന്താരിമുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ഉണ്ടായതൊക്കെ ഇങ്ങോട്ട് പറിച്ചെടുത്തതാണ്. ഇതുപോലെ പതുക്കെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒത്തിരി അരഞ്ഞു പോകരുത്. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തുമ്പും കടയും മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ആ തൊണ്ടോട് കൂടി തന്നെയാണ് ചതക്കണേ. ഇങ്ങനെ ചതച്ചിടുമ്പം നല്ലൊരു മണമൊക്കെ കിട്ടും. അത് നമ്മൾ എന്ത് കറിക്ക്, ഒലത്ത് കറിക്കൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല മണം കിട്ടും. അച്ചിങ്ങയൊക്കെ ഒലത്തുമ്പോഴും കപ്പ ഒലത്തുമ്പോഴും ഒക്കെ. ചുമന്നുള്ളിയും നമുക്ക് ഇതേപോലെ തന്നെ ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകരുത്, അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം നീളത്തിൽ. അരിഞ്ഞെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചതച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. പതുക്കെ ഒന്ന് കല്ലും കൊണ്ട് ഇങ്ങനെ ചതച്ച് കൊടുത്താൽ മതി. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം, അതും പതുക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇപ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഒന്നിങ്ങനെ കീറി എടുക്കണേ. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇത്തിരി സമയം എടുക്കുവേ, ഇങ്ങനെ കീറി എടുക്കാനായിട്ട്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ കീറി എടുക്കുന്നത്. പെട്ടെന്ന് കഴിയും. കണ്ട നല്ല നീളത്തിൽ കിട്ടണമുണ്ടോ? മിക്സിയിലാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞു പോവുകയുള്ളൂ, ഇങ്ങനെ കിട്ടില്ല. വെല്ലം കീറി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ വെളിച്ചെണ്ണ കുറച്ച് മാറ്റിയായിരുന്നു, വറുത്ത വെളിച്ചെണ്ണ അല്പേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണേ, നല്ലപോലെ മുരിയണം. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ കാന്താരിമുളകിന് നല്ല എരിവുള്ളതാലോ, ആ എരിവിന് വേണ്ടിയുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഇറച്ചിയിൽ ഉപ്പുണ്ടാവും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. തീ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതിയേ.
അതിൽ പെട്ടെന്ന് അങ്ങോട്ട് വങ്ങിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉള്ളിയുടെയൊക്കെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. വെളിച്ചെണ്ണ പോരുന്നുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഞാൻ ഇടയ്ക്കൊന്ന് തീ കൂട്ടിയും വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല ചുമന്നിരിക്കണം. ഇനി നമുക്ക് ഈ കീറി വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കാന്താരി മുളകിന് നല്ല എരിവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.